സോ ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസ് ആയിരുന്നു. മോസ്റ്റ് എക്കണോമിക്കൽ അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനൽ സെക്ഷൻസ് ആയിരുന്നു. അതിൽ നമ്മൾ റെക്റ്റാങ്കുലർ സെക്ഷൻ നോക്കിക്കഴിഞ്ഞു, അതേപോലെ ട്രപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ എടുത്തെന്താണ് ബേസിക്കായിട്ട് എന്താണ് ഒരു സെക്ഷൻ എക്കണോമിക്കൽ മീൻസ് സെക്ഷൻ എക്കണോമിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഡിസ്ചാർജ് ക്യൂ ഷുഡ് ബി മാക്സിമം. ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ക്യൂവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Q is equal to area of cross section A into velocity of flow V. Q is equal to AV. അപ്പം Q മാക്സിമം ആകണമെങ്കിൽ ഒന്നെങ്കിൽ ഏരിയ മാക്സിമം ആകണം, അല്ലെങ്കിൽ വെലോസിറ്റി മാക്സിമം ആവണം. നമ്മുടെ കണ്ടീഷനിൽ പറയുന്നുണ്ട് ഏരിയയും സ്ലോപ്പും കോൺസ്റ്റൻ്റ് ആണ്. ഏരിയയും സ്ലോപ്പും കോൺസ്റ്റൻ്റ് ആണ്. സോ Q മാക്സിമം ആകണമെങ്കിൽ വെലോസിറ്റി V മാക്സിമം ആവണം. ഇനി എന്താണ് വിയുടെ ഇക്വേഷൻ? സോ നമുക്കറിയാം, നമുക്ക് വേണ്ടത് Q മാക്സിമം ആവണം. Q മാക്സിമം ആണെങ്കിൽ V മാക്സിമം ആവണം. ഇനി V എപ്പോഴാണ് മാക്സിമം ആകുന്നത്? വിയുടെ ഇക്വേഷൻ എന്താണ്? V is equal to ചെസിസ് ഇക്വേഷൻ നമുക്കറിയാം, C ഇൻറ്റു റൂട്ട് ഓഫ് ആർ എസ്. സോ ഇതിൽ C ഈസ് ചെസിസ് കോൺസ്റ്റൻറ്റ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. S ഈസ് സ്ലോപ്പ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം വെലോസിറ്റി മാക്സിമം ആവണമെങ്കിൽ R മാക്സിമം ആവണം. ഇനി ആറിൻ്റെ ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു A ബൈ P. അഗെയിൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ഈസ് കോൺസ്റ്റൻ്റ് ആണ്. സോ R ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ P. ഇനി R എപ്പോഴാണ് മാക്സിമം ആവുന്നത്? R മാക്സിമം ആവണമെങ്കിൽ P മിനിമം ആകണം, കാരണം P ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ R ഈസ് മാക്സിമം വെൻ P ഈസ് മിനിമം. സോ P മിനിമം ആയാൽ യു വിൽ ഗെറ്റ് മാക്സിമം R വാല്യൂ. വെൻ യു ഗെറ്റ് മാക്സിമം R വാല്യൂ, വാട്ട് യു ഗെറ്റ്? യു ഗെറ്റ് മാക്സിമം V വാല്യൂ. വെൻ V ബിക്കംസ് മാക്സിമം, Q ബിക്കംസ് മാക്സിമം. സോ അതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ. പെരിമീറ്റർ P ഷുഡ് ബി മിനിമം. P മിനിമം ആകുന്നത് എപ്പോഴാണ്? ഡെറിവേറ്റീവ് dP ബൈ dy ഈസ് ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷൻ ഫോർ മിനിമം പെരിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം പെരിമീറ്റർ. രണ്ട് കേസിലും dP ബൈ dy ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷനും ട്രപ്പിസോയിഡൽ സെക്ഷനും ഡിറൈവ് ചെയ്തത്. സെയിം പ്രൊസീജിയറിലെ സെയിം മെത്തഡാണ് നമ്മൾ ട്രയാങ്കുലർ സെക്ഷനും എംപ്ലോയ് ചെയ്യുന്നത്. ട്രയാങ്കുലർ സെക്ഷൻ നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ട്രയാങ്കുലർ സെക്ഷൻ. തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. Theta is the angle of inclination of each of the sloping side with the vertical, and y is the depth of flow. ഇതിപ്പം ഒരു ട്രയാങ്കുലർ സെക്ഷനാണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് തിരിഞ്ഞായിരിക്കും വരുന്നത് ക്രോസ് സെക്ഷൻ. അതായത് ഫിഗർ എന്ന് പറയുമ്പം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചാനൽ സെക്ഷൻ വരുന്നത്. അടിയിൽ ആ ഷാർപ്പ് എൻഡ് വരും. അപ്പം ഇങ്ങനെ ആയിരിക്കും ചാനൽ സെക്ഷൻ ഇരിക്കുന്നത്. സോ അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, y ആണ്. അതേപോലെ ഇൻക്ലൂഡഡ് ആംഗിൾ ഇസ് തീറ്റ. തീറ്റയും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. So if theta is an included angle or angle of inclination of each of the sloping side with the vertical. Sloping side vertical ആയിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ആൻഡ് y is the depth of flow. y and depth of flowയും എങ്കിൽ എന്താണ്? വെറ്റഡ് ഏരിയ. അപ്പം ഇതിൽ ജസ്റ്റ് അതിൻ്റെ ഒരു നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു നിങ്ങൾ ഏരിയ എങ്ങനെ വന്നു, പെരിമീറ്റർ എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വേറൊരു PDF കൂടെ തരുന്നുണ്ട്. അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സെയിം ഫിഗറാണ്. ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പുറത്ത് അത് തിരിച്ചു വെച്ചിരിക്കുന്ന ഫിഗറാണ് നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തരുന്നേ ഉള്ളൂ. സോ നോക്കുക, ഇൻ ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ടാൻ തീറ്റ എടുത്ത് എന്ത് പറ്റും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് AD ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് CD. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു AD ബൈ CD. അതിൽ CD ഈസ് ഡെപ്ത് ഓഫ് ഫ്ലോ y ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് AD ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. AD ഈസ് ഈക്വൽ ടു y ടാൻ തീറ്റ എന്ന് കിട്ടും. സോ AD കിട്ടി. സിമിലർലി ട്രയാങ്കിൾ BDC എടുത്താൽ യു ക്യാൻ ഫൈൻഡ് BD ഈസ് ഓൾസോ y ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പം ADയും കിട്ടി, BDയും കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കുലർ സെക്ഷൻ. ട്രയാങ്കുലർ ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്നാണ് പറയുന്നത്. ബേസ് ഈസ് AB. ഹാഫ് ഇൻറ്റു AB ഇൻറ്റു DC എന്ന് വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു AB ഇൻറ്റു DC. ഇനി AB എന്താണ്? AB ഈസ് ഈക്വൽ ടു AD പ്ലസ് BD ആണ്. ADയും BD നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. y ടാൻ തീറ്റ. സോ ഹാഫ് ഇൻറ്റു y ടാൻ തീറ്റ പ്ലസ് y ടാൻ തീറ്റ. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? രണ്ട് ട്രയാങ്കിൾ. ഞാനിപ്പോൾ പറഞ്ഞത് ഒറ്റ ട്രയാങ്കിളായിട്ട് എടുക്കുന്ന കേസാണ്. ഇല്ല എങ്കിൽ രണ്ട് ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്താൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു DC. ഹാഫ് ഇൻറ്റു y ടാൻ തീറ്റ ഇൻറ്റു y പ്ലസ് മറ്റേ ട്രയാങ്കിളും സെയിം. ഹാഫ് ഇൻറ്റു y ടാൻ തീറ്റ ഇൻറ്റു y. ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹാഫും കൂടി ക്യാൻസൽ ആയി പോകും. യു വിൽ ഗെറ്റ് y സ്ക്വയർ ടാൻ തീറ്റ.
രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് ആകും. അപ്പം 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകുന്നതാണ്. സോ എ ഈക്വൽ ടു വൈ സ്ക്വയർ ടാൻ തീറ്റ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി പെരിമീറ്റർ പി എന്തായിരിക്കും? പെരിമീറ്റർ മീൻസ് ചുറ്റളവ്. എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് വാട്ടർ? എ സി എന്ന സ്ലോപ്പിംഗ് സൈഡിൽ ടച്ച് ചെയ്യും, സി ബി എന്ന സ്ലോപ്പിംഗ് സൈഡിൽ ടച്ച് ചെയ്യും. ഇനി എ സി എങ്ങനെ കണ്ടുപിടിക്കും? അഗെയിൻ ഇൻ ട്രയാങ്കിൾ എ ഡി സി ടേക്ക് സീക് തീറ്റ. സീക് തീറ്റ എടുക്കുമ്പോൾ പറ്റും തീറ്റ ഈസ് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് എ സി. സോ എ സി ബൈ സി ഡി എന്ന് കിട്ടും. എ സി ബൈ സി ഡി നമുക്ക് വേണ്ട എ സി ആണ്. സോ എ സി ബിക്കംസ് ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു സീക് തീറ്റ. what is CD? CD is the depth of y. So y sec theta എന്ന് കിട്ടും. So AC is equal to y sec theta. AC തന്നെ ആയിരിക്കും സി ബി അല്ലെങ്കിൽ ട്രയാങ്കിൾ സി ഡി ബിയിൽ നിന്ന് നമുക്ക് സെയിം മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ എ സി കിട്ടി, y sec theta, സി ബി കിട്ടി, y sec theta. രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. സോ P is equal to AC plus CB ആണ്. സോ y sec theta plus y sec theta you will get 2y sec theta. സോ എയും കിട്ടി, പിയും കിട്ടി. ഇനി നമ്മൾ അപ്പുറത്തൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് ആയിരുന്നു. എന്ത് ചെയ്യും? ഏരിയയുടെ ഇക്വേഷനിൽ പോയിട്ട് ഇക്വേഷൻ 1 പോയിട്ട് ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ y. എന്ത് കിട്ടും? 1 എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ഈസ് എ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ടാൻ തീറ്റ. സോ അതിനെ y എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ തീറ്റ ഇപ്പറേ കൊണ്ടുവരിക. സോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ ടാൻ തീറ്റ എന്ന് വരും, അല്ലെ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബൈ ടാൻ തീറ്റ എന്ന് വരും. സോ യു വിൽ ഗെറ്റ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3യിൽ കിട്ടിയ വൈയുടെ ഇക്വേഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ equation number 2. Substituting 3 in 2. What you will get? P is equal to 2y. ക്ക് പകരം ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. 2 into instead of y root a divided by tan theta എന്ന് കൊടുക്കുക ഇൻറ്റു sec theta എന്ന് വരും. ഇനി നമ്മുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്താണ്? ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0. ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പം ഡി പി ബൈ ഡി തീറ്റ എടുക്കുക. 2 root a ഈസ് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സോ 2 root a ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സീക് തീറ്റ ബൈ റൂട്ട് ടാൻ തീറ്റ എന്ന് വരും. അത് നിങ്ങൾ ഇങ്ങനെ പഠിക്കണമെന്നില്ല. ഞാൻ മറ്റേ PDF ജസ്റ്റ് അതിൻ്റെ ആ സ്റ്റെപ്പ് മാത്രമേ കാണിച്ചുള്ളൂ. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുന്നേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതെങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും? യു ഹാവ് ടു അപ്ലൈ കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്താണ്? ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡി ബൈ ഡി തീറ്റ ഓഫ് എഫ് ബൈ ജി ആണെങ്കിൽ ജി ഇൻറ്റു അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ഫസ്റ്റ് വേണ്ടതാണ് ഡിനോമിനേറ്റർ എടുക്കുക, അങ്ങനെ എഴുതുക. അപ്പോൾ എന്താ ഡിനോമിനേറ്റർ? 2 root a ഈസ് കോൺസ്റ്റൻ്റ് ആണ്. സോ പുറത്ത് നിർത്താൻ പറ്റും. സോ ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ, അതാണ് ഫസ്റ്റ് വരുന്നത്. ഡിനോമിനേറ്റർ ഈസ് റൂട്ട് ടാൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സീക് തീറ്റ വിച്ച് ഈസ് സീക് തീറ്റ ടാൻ തീറ്റ. ദെൻ ഒരു മൈനസ്. നെക്സ്റ്റ് ഇസ് ന്യൂമറേറ്റർ ഈസ് സീക് തീറ്റ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ടാൻ തീറ്റ. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഈസ് 1/2 റൂട്ട് എക്സ് ആണ്. സോ 1/2 റൂട്ട് ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റയെ ഡെറിവേറ്റീവ് എടുക്കുക. എന്താണ് ടാൻ തീറ്റയുടെ സീക് സ്ക്വയർ തീറ്റ. സോ മൈനസ് സീക് തീറ്റ ഇൻറ്റു 1/2 റൂട്ട് ടാൻ തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി എന്താ? ആ സെക്കൻഡ് മൈനസ് കഴിഞ്ഞ് വരുന്നതിൽ സീക് തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പം സീക് ക്യൂബ് തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. സോ അത് അങ്ങനെ ആക്കി എഴുതി. അതേപോലെ ഓക്കെ, ദ ഹോൾ ഡിവൈഡ് ബൈ ജി സ്ക്വയർ ഉണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. ദ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഈസ് റൂട്ട് ടാൻ തീറ്റയാണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം ടാൻ തീറ്റ ആയിട്ട് വരും. എന്നിട്ട് എന്താണ് അവിടെ ആ ടാൻ തീറ്റ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ടേംസിനും ഈക്വലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ എക്സ്പ്രഷൻ എങ്ങനെ വരും? അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചിട്ടുണ്ട്. 2 root a ഇൻറ്റു റൂട്ട് ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സി ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 2 റൂട്ട് ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ആ ഡിനോമിനേറ്റർ വരുന്ന ടാൻ തീറ്റയാണ് അവിടെ രണ്ടിടത്തും വന്നേക്കുന്നത്. ഇനി എന്താണ്? ഫസ്റ്റ് വണ്ണിൽ റൂട്ട് ടാൻ തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്തു. സോ മുകളിൽ റൂട്ട് ടാൻ തീറ്റ, താഴത്തെ ടാൻ തീറ്റയാണ്. സോ താഴത്തെ ഒരു റൂട്ട് ടാൻ തീറ്റ ബാക്കി വരും, അതും കാണിച്ചിട്ടുണ്ട് ക്യാൻസൽ ചെയ്യുന്നത്. ദെൻ വീണ്ടും നമ്മൾ LCM എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് സീക് തീറ്റ കോമൺ എടുത്തു. വീണ്ടും നമ്മൾ എന്താണ് LCM എടുക്കുന്നു, അതിനെ സോൾവ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് ഡി പി ബൈ ഡി തീറ്റ. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ ഇക്വേറ്റ് ടു 0. സോ ഡിനോമിനേറ്റർ മുഴുവൻ മുകളിലേക്ക് പോകുമ്പോൾ അത് പോയി ഡിനോമിനേറ്റർ ഫുള്ള് പോകും. അതേപോലെ 2√a എന്നുള്ള ടേമും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് 0 ആവില്ല. അപ്പോൾ അതും നമുക്ക് ഉപേക്ഷിക്കാം. ബാക്കി വരുന്നത് സീക് തീറ്റ ഇൻറ്റു 2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക് സ്ക്വയർ തീറ്റയാണ്, വിച്ച് ഇസ് ഇക്വേറ്റഡ് ടു 0. അഗെയിൻ സീക് തീറ്റ 0 ആകാത്തതുകൊണ്ട് സീക് തീറ്റ ഈസ് 1 കോസ് തീറ്റയാണ്. സോ സീക് തീറ്റ ഒരിക്കലും 0 ആവില്ല. സോ ഒരു പോസിബിലിറ്റി മീൻസ് ആ ബ്രാക്കറ്റിൽ വരുന്നത് എത്ര എക്സ്പ്രഷൻ 0 ആവാനേ പറ്റുള്ളൂ. സോ 2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0. എഗെയിൻ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റുക. എന്നിട്ട് ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നും സീക് തീറ്റയ്ക്ക് പകരം 1 കോസ് തീറ്റ എന്നും കൊടുത്ത് സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√2. ദെൻ സൈൻ എപ്പോഴാണ് 1/√2 എന്നത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ 1/√2 when തീറ്റ ഈസ് 45 ഡിഗ്രി. സോ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം or most economical triangular section. ഒരു ട്രയാങ്കുലർ സെക്ഷൻ മാക്സിമം ഡിസ്ചാർജ് തരണമെങ്കിൽ, അല്ലെങ്കിൽ അത് മോസ്റ്റ് എക്കണോമിക്കൽ അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ എന്താണ്? സ്ലോപ്പിംഗ് സൈഡ് വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 45 ഡിഗ്രി. അത് 45 ഡിഗ്രി ആകുമ്പോഴാണ് അത് മാക്സിമം ഡിസ്ചാർജ് തരുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ ആവുന്നത്. ദാറ്റ്സ് എ കണ്ടീഷൻ. തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 45 ഡിഗ്രി. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ സൈഡ് സ്ലോപ്പ് നമ്മൾ പറഞ്ഞു Z=1 ആണ്. Z=1 Z ഷുഡ് ബി ഈക്വൽ ടു 1. Z 1 സ്ലോപ്പ് വരണം. അല്ലെങ്കിൽ ഓക്കെ, ആ ഒരു കണ്ടീഷനിലാണ് മാക്സിമം ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത്. അതാണ് കണ്ടീഷൻ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ ട്രയാങ്കുലർ സെക്ഷൻ. തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 45 ഡിഗ്രി, അല്ലെങ്കിൽ Z=1. ഇനി അപ്പോൾ നമുക്ക് അത് കിട്ടി, കണ്ടീഷൻ കിട്ടി, തീറ്റ ഈക്വൽ 45 ഡിഗ്രി. ഇനി അത് നമ്മൾ ആ 45 ഡിഗ്രി എന്നുള്ളത് നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്തായ ആറിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. എന്താണ് ആറ്? ആർ ഈക്വൽ A/P ആണ്. എയും പിയും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. A ഈക്വൽ y² tan തീറ്റ, P ഈക്വൽ 2y sec തീറ്റ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യു വിൽ ഗെറ്റ് A/P. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാൻസൽ ചെയ്യാവുന്നതെല്ലാം ക്യാൻസൽ ചെയ്യുക. ടാനും സീക്കും ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് എഴുതുക. അവിടെയും ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഫൈനലി യു വിൽ ഗെറ്റ് y/2 സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻ? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ ട്രയാങ്കുലർ സെക്ഷൻ. സോ പുട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. യു വിൽ ഗെറ്റ് r ഈസ് ഈക്വൽ y/2√2. സൈൻ 45 ഈസ് 1/√2. സോ r ഈസ് ഈക്വൽ y/2√2. സോ ദീസ് ആർ ദ കണ്ടീഷൻ ഫോർ a triangular section to be most economical. So first one is either the angle theta, which the sides make with vertical, should be equal to 0, it should be equal to 45 degree, or side slope z should be equal to 1. അതല്ല എങ്കിൽ സെക്കൻഡ് കണ്ടീഷനാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ് r should be equal to y/2√2. 1/2√2 times the depth of flow. സോ ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റേ PDF നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതിയാൽ മതി. അതിൽ ഞാൻ വളരെ ഷോർട്ടാക്കി തന്നേക്കുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ, അതിൽ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പോലെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലെന്ന് വെച്ചിട്ടാണ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇത് വല്ലാതെ കൺഫ്യൂഷൻ ആകുന്നെങ്കിൽ മറ്റേത് മാത്രം റെഫർ ചെയ്താൽ മതി. സോ ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞു വെക്കണം. റെക്റ്റാങ്കിളിൻ്റെ കണ്ടീഷൻ ഫോർ മാക്സിമം ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആകാനുള്ളത്. ട്രപ്പിസോയിഡ് സെക്ഷൻ എപ്പോഴാണ് മോസ്റ്റ് എക്കണോമിക്കൽ ആകുന്നത്, അതേപോലെ ഇപ്പം ട്രയാങ്കുലർ എപ്പോഴാണ് മോസ്റ്റ് എക്കണോമിക്കൽ ആകുന്നത്. ഇനി വരുന്നത് സർക്കുലർ സെക്ഷൻ. കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സർക്കുലർ സെക്ഷൻ ഓർ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ത്രൂ സർക്കുലർ സെക്ഷൻ. സർക്കുലർ സെക്ഷനിൽ കൂടെ മാക്സിമം ഡിസ്ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന്. ഇതിൽ ഈ ഫിഗർ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റി നോക്കിയിട്ട് ഫിഗർ നേരെയാക്കി വരച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആ ഡെറിവേറ്റീവ് വരുന്നതൊന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു സ്റ്റെപ്സ് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൽ ശരി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡെറിവേറ്റീവ് കൂടെ കാണിച്ചത്.
So r is equal to y by 2 root 2. That's a condition. Next is most economical circular channel section. Just ഒന്ന് വായിച്ച് നോക്കുക. For a circular channel section of any radius, as the depth of flow changes, the shape of the flow area also changes due to convergence of boundaries. Due to convergence of boundaries towards top, wetted area as well as wetted perimeter varies with flow. സോ നമുക്കറിയാം സർക്കുലർ സെക്ഷൻ ആകുമ്പം ഡെപ്ത് ഓഫ് ഫ്ലോ വൈ എന്ന് പറയുന്നത് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറി 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 വരും. ആദ്യം എന്തായിരിക്കും, വൈ തീരെ കുറവാണെങ്കിൽ എന്തായിരിക്കും, ജസ്റ്റ് ഒരു ചെറിയൊരു സെമി സർക്കിൾ എന്ന് പറയാനല്ല, വളരെ ചെറിയൊരു സർക്കുലർ സെക്ടർ ഫോം മാത്രമേ, സെക്ടർ അല്ല സെഗ്മെൻറ്റ് ഫോം മാത്രമേ വരുന്നുള്ളൂ. കുറച്ചുകൂടെ കൂടുമ്പം അതിൻ്റെ സൈസ് കൂടി വരും. അത് കറക്റ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ കറക്റ്റ് റേഡിയസിനോട് ഈക്വൽ ആകുമ്പം ഇറ്റ് ബിക്കം സെമി സർക്കുലർ ആവും. വീണ്ടും കൂടുമ്പം അതങ്ങനെ മാറി മാറി വരും. അതാണ് പറഞ്ഞത് വെറ്റഡ് പെരിമീറ്ററും വെറ്റഡ് ഏരിയയും ഡെപ്ത് ഓഫ് ഫ്ലോയ്ക്ക് അനുസരിച്ച് മാറി മാറി വരും. In the circular channels, two separate conditions may be derived for maximum discharge and minimum velocity. Maximum discharge and maximum velocity. നമ്മൾ മറ്റേ കണ്ടീഷനിലെല്ലാം ഒറ്റ കണ്ടീഷനാണ് എടുക്കുന്നത് ഫോർ മാക്സിമം ഡിസ്ചാർജ്. ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കും. ഒന്ന് ഡിസ്ചാർജ് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ, അതേപോലെ തന്നെ വെലോസിറ്റി മാക്സിമം ആകാനുള്ള കണ്ടീഷൻ. കാരണം വെലോസിറ്റി മാക്സിമം മീൻസ് ഡിസ്ചാർജ് മാക്സിമം ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്യണം. So condition for maximum discharge through a circular channel section. Consider a circular channel section of radius r. If y is the depth of flow y ആണ്, radius of the section r ആണെങ്കിൽ, you will get the equation for area A is equal to r square by 2 into theta minus sin theta, where theta is the included angle which the water surface makes at center. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം എ ബി എന്ന് പറയുന്നതാണ് വാട്ടർ സർഫസ്. സോ എ ബി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ വാട്ടർ സർഫസ് സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ തീറ്റയാണ് ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, വൈ ആണ് ഡെപ്ത് ഓഫ് ഫ്ലോ, ആർ ആണ് റേഡിയസ് എങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. ആൻഡ് പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു ആർ തീറ്റ ആയിരിക്കും. ഇത് രണ്ടും എങ്ങനെ വന്നു, ഈ ഏരിയ എങ്ങനെ വന്നു, അതേപോലെ പെരിമീറ്റർ പി എങ്ങനെ വന്നു എന്നുള്ളത് ഈ PDF-ൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ അങ്ങനെ വന്നു, ഏരിയ ഓഫ് സർക്കിൾ അങ്ങനെ വന്നു എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. അതും കൂടി എത്തി കഴിഞ്ഞാൽ ഡെറിവേഷൻ ഭയങ്കര വലിയ ഡെറിവേഷൻ ആയി പോകും. അതാണ് അത് സെപ്പറേറ്റ് ആയിട്ട് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി എഴുതിയത്. സോ ഏരിയ കിട്ടി, പെരിമീറ്റർ കിട്ടി. ഇനി അക്കോർഡിംഗ് ടു ചെസിസ് ഇക്വേഷൻ എന്താണ്, Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു സി ഇൻറ്റു റൂട്ട് ഓഫ് ആർ എസ് ആണ്. ദാറ്റ് ഇസ് സി ഇൻറ്റു എ ഇൻറ്റു ആറിന് പകരം A ബൈ പി എന്ന് കൊടുക്കുക. A ബൈ പി ഇൻറ്റു എസ് എന്നാവും. ഇനി ആ റൂട്ടിന് പുറത്തൊരു A കിടപ്പുണ്ടല്ലോ, ആ A കൂടെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സോ റൂട്ടിന് പുറത്ത് കിടക്കുന്നത് അകത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, A എന്നുള്ളത് becomes A square ആകും. സോ ഇക്വേഷൻ ബിക്കം സി ഇൻറ്റു റൂട്ട് ഓഫ് A ക്യൂബ് ആകും. ഓൾറെഡി ഒരു അകത്തൊരു A ഉണ്ട്, പുറത്ത് A അകത്തേക്ക് വരുമ്പോൾ ഒരു A സ്ക്വയർ കൂടെ വരും. സോ ടോട്ടലി ഇറ്റ് വിൽ ബിക്കം A ക്യൂബ്. സോ A ക്യൂബ് ബൈ പി ഇൻറ്റു എസ് എന്നാവും. സോ ഇനി നോക്കുക, നമുക്ക് ഡിസ്ചാർജ് Q മാക്സിമം ആകണം. Q മാക്സിമം ആകണമെങ്കിൽ C കോൺസ്റ്റൻ്റ് ആണ്, S കോൺസ്റ്റൻ്റ് ആണ്. സോ ഇനിയൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A ക്യൂബ് ബൈ പി മാക്സിമം ആകുക, A ക്യൂബ് ഡിവൈഡ് ബൈ പി മാക്സിമം ആകുക എന്നാണ് ഒരു ഓപ്ഷൻ. സോ A ക്യൂബ് ബൈ പി മാക്സിമം ആകുക മീൻസ് ഡി ബൈ ഡി തീറ്റ ഓഫ് A ക്യൂബ് ബൈ പി. ഇവിടെ y മാത്രമല്ല, വൈയും മാറുന്നുണ്ട്, തീറ്റയും മാറുന്നുണ്ട്. y മാറുന്നതനുസരിച്ച് ആ ആംഗിൾ തീറ്റ കൂടെ മാറും. അതാണ് ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ എടുക്കാനുള്ള കാരണം തന്നെ അതാണ്. ആസ് y ചേഞ്ചസ്, ഡെപ്ത് y ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആംഗിൾ തീറ്റയും മാറി മാറി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അപ്പുറത്തേക്ക് നമ്മൾ പെരിമീറ്റർ മിനിമം എന്ന ഒരു കണ്ടീഷൻ മാത്രമേ എടുത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, A ക്യൂബ് ബൈ പി മാക്സിമം ആകുക എന്ന കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് A ക്യൂബ് ബൈ പി ഈസ് ഇക്വേറ്റഡ് ടു 0. അപ്പം അതിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഈ PDF-ൽ കാണിച്ചിട്ടുണ്ട്. ഏരിയ A ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. അതിൻ്റെ ഡെറിവേഷനൊക്കെ മറ്റേതിൽ ഏരിയ എങ്ങനെ വരുന്നു എന്നുള്ള അപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ.
സോ ക്യൂ ഈസ് ഈക്വൽ എ വി ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു വിക്ക് പകരം ചെസിസ് ഇക്വേഷൻ സി ഇൻറ്റു റൂട്ട് ഓഫ് ആർ എസ് എന്ന് കൊടുക്കുക. സോ സി എ ഇൻറ്റു റൂട്ട് ഓഫ് എ ബൈ പി ഇൻറ്റു എസ് എന്നാവും. പുറത്തിടക്കുന്ന എയുടെ അകത്തേക്ക് വരുമ്പം സി ഇൻറ്റു എ ക്യൂ ബൈ പി ഇൻറ്റു എസ് എന്നാവും. സോ എ ക്യൂ ബൈ പി മാക്സിമം ആകുക, വിച്ച് മീൻസ് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോയോട് ഇക്വേറ്റ് ചെയ്യുക. ഇനി എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക? എ ക്യൂ ബൈ പി. അഗൈൻ വി ഹാവ് ടു അപ്ലൈ കോഷ്യൻ റൂൾ. സോ ഡിനോമിനേറ്റർ ഈസ് പി. പി ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് എ ക്യൂബ്. എ ക്യൂബിന് എന്തായിരിക്കും? 3a². എ ക്യൂബിൻ്റെ 3a² ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ. കാരണം ഏരിയ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈയും വരും തീറ്റയും വരും. സോ അതാണ് നമ്മൾ വീണ്ടും ഏരിയയെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നത്. നമ്മൾ ഡിഫറൻസിയേഷനൊക്കെ പഠിക്കുന്നുണ്ട് ഇങ്ങനെ. ബിക്കോസ് എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് വൈ. അപ്പം യു ഹാവ് ടു ടേക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ പി ഇൻറ്റു ഡിനോമിനേറ്റർ പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ ക്യൂ എന്ന് പറയുമ്പം 3a² ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് എ ക്യൂബ് ഇൻറ്റു d by dx d theta of denominator that is dp by d theta, the whole divided by denominator square, that is p square. ഇനി എന്താണ്? a² by p² കോമൺ എടുക്കാം. സോ a² by p² എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ബാക്കി 3p ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ ഉള്ളൂ. സെക്കൻഡ് ടൈമിൽ a² പോയി കഴിഞ്ഞാൽ a ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0. a² by p² ഇൻറ്റു ആയതുകൊണ്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് നമുക്ക് ഉപേക്ഷിക്കാന്നല്ല, ഏരിയ ഒരിക്കലും 0 ആവത്തില്ല, പെരിമീറ്ററും 0 ആവത്തില്ല. സോ ആ a² by p² 0 എന്നൊരു കണ്ടീഷൻ നമുക്ക് നോക്കണ്ട. ഇനി ബാക്കിയുള്ള എടുക്കുക. 3p ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ മൈനസ് എ ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ 3 നോക്കുക. അതിൽ നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? പി വേണം, ഡി എ ബൈ ഡി തീറ്റ വേണം, എ വേണം, ഡി പി ബൈ ഡി തീറ്റ വേണം. ഇതിൽ പിയും എയും നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 1 and 2 ഏരിയയുടെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. പിന്നെ വേണ്ട എന്തൊക്കെയാണ്? പിന്നെ വേണ്ടതാണ് ഇക്വേഷൻ 3 പിന്നെ വേണ്ടതാണ് ഡി എ ബൈ ഡി തീറ്റയും ഡി പി ബൈ ഡി തീറ്റയും. സോ ഏരിയ അറിയാം, ഇവിടുന്ന് ഏരിയ അറിയാം. എ ഈസ് ഈക്വൽ ടു r² by 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. സോ യു ക്യാൻ ഫൈൻഡ് ഡി എ ബൈ ഡി തീറ്റ. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഡി എ ബൈ ഡി തീറ്റ കിട്ടും. പിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഡി പി ബൈ ഡി തീറ്റയും കിട്ടും. എങ്ങനെ വരും? ഡി എ ബൈ ഇക്വേഷൻ 4 കാണിച്ചിട്ടുണ്ട്. ഡി എ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ് എയുടെ ഇക്വേഷൻ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുക. സോ r² by 2 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ r² by 2 ഇൻറ്റു ഡി തീറ്റ ബൈ ഡി തീറ്റ ദാറ്റ് ഈസ് 1 മൈനസ് ഡെറിവേറ്റീവ് സൈൻ തീറ്റ ഈസ് കോസ് തീറ്റ. സോ r² by 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഇക്വേഷൻ 4 ഈസ് r² by 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അതേപോലെ പിയുടെ ഇക്വേഷൻ തന്നെ പി ഈസ് ഈക്വൽ ടു ആർ തീറ്റയാണ്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുമ്പോൾ യുൽ ഗെറ്റ് ആർ എന്ന് വരും. സോ ഇക്വേഷൻ 5 കിട്ടും. ഇനി എന്താണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ 4a ആൻഡ് ഇക്വേഷൻ 4p. സോ ഇറ്റ്സ് ഇക്വേഷൻ 1 and 2. 1ഉം 2ഉം 3ഉം 1ഉം 2ഉം 4ഉം 5ഉം ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് പറ്റും? 3p ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റയിൽ 3 ഈസ് എ കോൺസ്റ്റൻറ്റ്. പിയുടെ ഇക്വേഷൻ നമുക്കറിയാം ആർ തീറ്റയാണ്, അതിട്ട് കൊടുത്തു. പിന്നെന്താണ്? ഡി എ ബൈ ഡി തീറ്റയ്ക്ക് പകരം r² by 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കൊടുത്തു. മൈനസ് എയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. r² by 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റയ്ക്ക് പകരം ആർ എന്ന് കൊടുത്തു. ഈസ് ഈക്വേറ്റഡ് ടു 0. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. 3/2 ഇൻറ്റു ആർ തീറ്റ ഇൻറ്റു r² നമുക്ക് ആർ ക്യൂബ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ദെൻ മൈനസ് r³ by 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അത് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും r³ by 2 കോമൺ എടുക്കുക. r³ ഡിവൈഡ് ബൈ 2. സോ r³ ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്താവും? 3 തീറ്റയെ ബാക്കിയുള്ളൂ. സോ 3 തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് r³ by 2 പോയി കഴിഞ്ഞാൽ ബാക്കി തീറ്റ മൈനസ് സൈൻ തീറ്റയുള്ളൂ. വീണ്ടും r² by 2 0 ആവത്തില്ല, കാരണം റേഡിയസ് ഒരിക്കലും 0 ആവില്ല. സോ ആ കണ്ടീഷനും നോക്കണ്ട. സോ ബാക്കി ബ്രാക്കറ്റിൽ വരുന്നത് 3 തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ നോക്കിയാൽ മതി. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക.
3 തീറ്റ അകത്തേക്ക് കൊടുക്കുക. അതേപോലെ സെക്കൻഡ് ടേമിൽ നെഗറ്റീവ് അകത്തേക്ക് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് 3 തീറ്റ മൈനസ് തീറ്റ എന്ന് വരും. സോ ഇറ്റ് ഈസ് 2 തീറ്റ. 2 തീറ്റ മൈനസ് 3 തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എസ് തീറ്റ ഈസ് ഈക്വൽ ടു 308 ഡിഗ്രി. തീറ്റ വാല്യൂ 308 ഡിഗ്രി ആകുമ്പോഴായിരിക്കും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്നത്. സോ യു വിൽ ഗെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 308 ഡിഗ്രി. സോ ഒരു സർക്കുലർ സെക്ഷൻ മാക്സിമം ഡിസ്ചാർജ് തരണമെങ്കിൽ കണ്ടീഷനാണ് തീറ്റ ഷുഡ് ബി ഈസ് ഈക്വൽ ടു 308 ഡിഗ്രി. ഇനി ഈ ഒരു കണ്ടീഷനിൽ ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ എന്താണ് ഡെപ്ത് ഓഫ് ഫ്ലോ? നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം. ഡെപ്ത് ഓഫ് ഫ്ലോ y ഈസ് ഈക്വൽ ടു സി ഡി ആണ്. സി ഡി ഈസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ. ഇനി സി ഡി എങ്ങനെ കണ്ടുപിടിക്കും? സി ഡി ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി. ഒ ഡി മൈനസ് ഒ സി. എന്താണ് ഒ ഡി? ഒ ഡി ഈസ് ദ റേഡിയസ് ഓഫ് സർക്കുലർ സെക്ഷൻ. സോ ഒ ഡി മൈനസ് ഒ സി ആണ് നമുക്ക് ഡെപ്ത് ആയിട്ട് വരുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോ y ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി. ഇനി എന്താണ് ഒ ഡി? ഒ ഡി ഈസ് റേഡിയസ്. സോ ആർ. ഇനി ഒ സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒ സി കണ്ടുപിടിക്കണമെങ്കിൽ ടേക്ക് എ ഒ സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നും ഫൈൻഡ് കോസ് തീറ്റ. കോസ് തീറ്റ വിൽ ബി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഒ സി ബൈ എ ഒ അല്ലെങ്കിൽ ഒ സി ബൈ ആർ എന്ന് വരും. ഒ എ സി എടുക്കുക. കോസ് തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഒ സി ബൈ ആർ. ഒ സി ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ബൈ 2. സോ വൈ ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ്, ലെഫ്റ്റ് സൈഡ് നോക്കുക. വൈ ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി ആണ്. അതിൽ ഒ ഡി ഈസ് ആർ ആണ്. സോ ആർ മൈനസ് ആർ കോസ് തീറ്റ ബൈ 2 എന്ന് വരും. ആർ കോമൺ എടുക്കുക. യു ഗെറ്റ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ബൈ 2. നമ്മുടെ കണ്ടീഷൻ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 308 ഡിഗ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് വൈ ഈസ് ഈക്വൽ ടു 0.95 ഡി. ഡെപ്ത് ഓഫ് ഫ്ലോ y should be equal to 0.95 times diameter of flow. 1.898 r എന്നാണ് കിട്ടുന്നത്. റേഡിയസിനെ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ആക്കിയെന്നേ ഉള്ളൂ. r is equal to d by 2 എന്ന് കൊടുത്താൽ y is equal to 0.95 d എന്ന് കിട്ടും. അതാണ് കണ്ടീഷൻ ഫോർ ഡെപ്ത്. ഇനി എന്തായിരിക്കും ഹൈഡ്രോളിക് മീൻ റേഡിയസ് r is equal to a by p ആണ്. a യുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പി ഡി ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക. ക്യാൻസൽ ചെയ്യാന്നൊക്കെ ക്യാൻസൽ ചെയ്യുക. യു വിൽ ഗെറ്റ് ആർ ബൈ 2 തീറ്റ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് വരും. അഗൈൻ തീറ്റ ഈസ് 308 ഡിഗ്രി. തീറ്റ 308 ഡിഗ്രി ആണ്. സോ നമ്മൾ സൈൻ്റെയും കോസിൻ്റെയൊക്കെ അകത്തിട്ട് കൊടുക്കുമ്പോൾ തീറ്റയ്ക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ തീറ്റ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തായിരിക്കും? യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് പൈ ബൈ 180. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പം പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൺവേർട്ട് ടു റേഡിയൻസ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ 2 തീറ്റ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ്. സോ ആർ ഡിവൈഡ് ബൈ 2 തീറ്റ, ദറ്റ് ഇസ് 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ പൈ ബൈ 180 ഇൻറ്റു 308. ബ്രാക്കറ്റിനകത്തും പൈ ബൈ 180 ഇൻറ്റു 308 മൈനസ് സൈൻ തീറ്റയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. കാരണം അത് തീറ്റ ഈസ് സൈൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ആ പ്രശ്നമില്ല. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.5733 ആർ. ഇവിടെ നമുക്ക് 0.5733 ഇൻറ്റു സ്മോൾ ആർ ഈസ് റേഡിയസ് ആണ്. അതിന് ഡി ബൈ 2 എന്ന് കൊടുത്താൽ യു വിൽ ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.29 ഡി, വേർ ഡി ഈസ് ഡയമീറ്റർ ഓഫ് സെക്ഷൻ. സോ ഇതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ഇതുപോലെ കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി, മാക്സിമം മീൻ വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യണം. സോ ഈ ഡെറിവേഷനൊക്കെ നിങ്ങൾ നല്ലപോലെ എഴുതി തന്നെ പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ പ്രോബ്ലംസിലൊക്കെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ തനിയെ ചെയ്യാൻ നോക്കുക ഇത്. സോ അടുത്താണ് കണ്ടീഷൻ ഫോർ മാക്സിമം മീൻ വെലോസിറ്റി ത്രൂ സർക്കുലർ സെക്ഷൻ. വെലോസിറ്റി മാക്സിമം ആകാം. സോ നമ്മൾ ചെസിസ് ഇക്വേഷൻ എടുക്കുക. വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് ആർ എസ്. സോ വി മാക്സിമം ആവണമെങ്കിൽ എ ബൈ പി മാക്സിമം ആവണം. എ ബൈ പി മാക്സിമം ആവണമെങ്കിൽ ഡി ബൈ ഡി തീറ്റ ഓഫ് എ ബൈ പി 0 ആവണം. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് എ ബൈ പി ഈസ് ഈക്വൽ ടു 0. അഗെയിൻ എ ബൈ പി കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ, ഡി ബൈ ഡി തീറ്റ ഓഫ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ആകുമ്പം പി, പി ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു
derivative denominator, that is minus a into dp by d theta the whole divided by denominator square, that is p square is equal to 0. Cross multiply ചെയ്യുമ്പം p square 0 ഇപ്പോൾ കൂടും. ബാക്കി p into da by d theta minus a into dp by d theta equal to 0 എന്ന് വരും. ഇനി നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് പിയുടെ ഇക്വേഷൻ അറിയാം, എയുടെ ഇക്വേഷൻ അറിയാം, ഡി എ ബൈ ഡി തീറ്റ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡി പി ബൈ ഡി തീറ്റ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മാക്സിമം ഡിസ്ചാർജിൻ്റെ ചെയ്തപ്പോൾ. അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിയുടെ ഇക്വേഷൻ പി ഈക്വൽ ടു ആർ തീറ്റ അതിട്ട് കൊടുത്തു, ഡി എ ബൈ ഡി തീറ്റ നമ്മൾ കണ്ടുപിടിച്ചു അതിട്ട് കൊടുത്തു, ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതിയായിരുന്നു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം അതേപോലെ ഡി പി ബൈ ഡി തീറ്റ നമുക്ക് അറിയാം ആറെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആകുന്ന കണ്ടീഷൻ വെൻ തീറ്റ ഈസ് 257.5 ഡിഗ്രിയാണ്. സോ maximum mean velocity of flow through a circular section occurs when the angle subtended at the center by the water surface, which is theta, is equal to 257.5 degrees. So that's the condition for maximum velocity, maximum mean velocity in a circular channel section. ഇനി എന്താണ്, നമുക്ക് തീറ്റ വാല്യൂ കിട്ടി, അത് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെപ്ത് ഓഫ് ഫ്ലോ y കണ്ടുപിടിക്കുക, ഹൈഡ്രോളിക് മീൻ റേഡിയസ് r കണ്ടുപിടിക്കുക. y ഈസ് എന്താണ്, y ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തു ഒ ഡി മൈനസ് ഒ സി ആണ്, ദാറ്റ് ഇസ് ആർ മൈനസ് ആർ കോസ് തീറ്റ ബൈ 2 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആർ മൈനസ് ആർ കോസ് തീറ്റ ബൈ 2 ദാറ്റ് ഇസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ബൈ 2. Now the equation, now the value of theta is 257.5 degree. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് കോസിൻ്റെ അകത്താണ്, സോ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കൺവേർഷൻ്റെ ആവശ്യമില്ല. ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് y ഈസ് ഈക്വൽ 1.626 r അല്ലെങ്കിൽ y ഈസ് ഈക്വൽ 0.81 d എന്ന് കിട്ടും. സോ ദാറ്റ്സ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ മാക്സിമം മീൻ വെലോസിറ്റി ഇൻ എ ചാനൽ സെക്ഷൻ. ആദ്യം നമ്മൾ ഡിറൈവ് ചെയ്തത് മാക്സിമം ഡിസ്ചാർജിനുള്ള കണ്ടീഷനായിരുന്നു, ഇപ്പോൾ ചെയ്തത് മാക്സിമം വെലോസിറ്റി. സോ മാക്സിമം ഡിസ്ചാർജിന് ഒരു തീറ്റ വാല്യൂ കിട്ടി, മാക്സിമം വെലോസിറ്റിക്ക് വേറൊരു തീറ്റ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്തും കണ്ടുപിടിച്ചു കറസ്പോണ്ടിങ് ടു മാക്സിമം വെലോസിറ്റി. ഇനി ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി ആണ്. എ വാല്യൂ നമുക്കറിയാം, പി നമുക്കറിയാം, ഇട്ട് കൊടുക്കുക. യു വിൽ ഗെറ്റ് എ ബൈ പി ഓർ ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ 2 തീറ്റ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സൈൻ്റെ ഉള്ളിൽ വരുമ്പം യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ തീറ്റ ആസ് 257.5 ഡിഗ്രി. തീറ്റ ഒറ്റയ്ക്ക് നിൽക്കുമ്പം യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു റേഡിയൻസ് ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് പൈ ബൈ 180. സോ ഇട്ട് കൊടുക്കുക, ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ 2 തീറ്റ, 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം പൈ ബൈ 180 ഇൻറ്റു 257.5 ഇൻറ്റു ബ്രാക്കറ്റിനുള്ള ഒരു തീറ്റ വരുന്നുണ്ട്. സോ പൈ ബൈ 180 ഇൻറ്റു 257.5 മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഇസ് സൈൻ 257.5. അവിടെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അഗൈൻ അതും കാൽക്കുലേറ്റ് സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.608 small r or r is equal to 0.30 d. So hydraulic mean radius r is equal to 0.3 times diameter of section, diameter of channel section. That's a condition for maximum velocity, maximum mean velocity in circular section. അപ്പോൾ ഇത്രയാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസിൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റെക്ടാങ്കുലർ സെക്ഷൻ ആയിരുന്നു, അതിൻ്റെ കണ്ടീഷൻസ്. അതേപോലെ ട്രപ്പിസോയിഡൽ സെക്ഷൻ പഠിച്ചു, ദെൻ ട്രയാങ്കുലർ സെക്ഷൻ പഠിച്ചു, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സർക്കുലർ. സർക്കുലർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ രണ്ട് കണ്ടീഷൻസ് എടുക്കുന്നത്, മാക്സിമം ഡിസ്ചാർജും മാക്സിമം വെലോസിറ്റിയും